എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾക്കൊക്കെ ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉറങ്ങാത്ത രാത്രികളായിരുന്നു. 2020 എൻ്റെ മോള് പോയപ്പോൾ മുതൽ തുടങ്ങിയതാണ്. എനിക്ക് ഉറക്കമില്ല, ഉറങ്ങാൻ സാധിക്കത്തില്ല, കരയാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. വീണടം വിഷ്ണുലോകം അങ്ങനെയുള്ളയാളായിരുന്നു. കിടന്നാൽ ഉറങ്ങും അപ്പം. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായി. ഉറങ്ങുന്നവരെ നോക്കി ഇരുട്ടത്ത് ഉറങ്ങാതെ ഇരിക്കുക, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര പ്രയാസമുള്ള കാര്യമാണ്. ഉറക്കം നടിച്ചു കിടക്കുക, ഓരോ നിമിഷങ്ങൾ എണ്ണണം, നേരം വെളുക്കണം എങ്കിൽ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതിന് നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ മനസ്സിൽ അടുക്കി വെച്ചിരിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അത് പൊട്ടിത്തെറിക്കാനോ ദേഷ്യപ്പെടാനോ ആരോടും പറയാനോ ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിനെ ധൈര്യമായിട്ട് പോയി കാണണം. അവർ പല നിർദ്ദേശങ്ങൾ തരും, ചെറിയ ഡോസ് കുറഞ്ഞ ഗുളിക തരും കഴിക്കാൻ. അത് കഴിച്ചുകൊണ്ട് നമ്മൾ സുഖമായിട്ട് ഉറങ്ങി നമുക്ക് മനസ്സിനെ ശരിയാക്കണം. മനസ്സിന് എക്സസൈസ് ചെയ്യണം. സന്നിധാന ധ്യാനം എന്ന് പറഞ്ഞാൽ പൊട്ടുകുത്തുന്ന സ്ഥലത്ത് ശ്രദ്ധ കൊടുക്കുക. പ്രാണായാമം, ഭ്രമരി തുടങ്ങിയ എക്സസൈസ് മനസ്സിനുള്ളതാണ്. മനസ്സും ഉറക്കവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. എനിക്ക് ക്യാൻസർ വരാൻ തന്നെ കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഈ ഉറക്കക്കുറവാണെന്നാണ്. അപ്പോൾ ആ ഒരു ഉറക്കക്കുറവ് വലിയ പ്രശ്നമാണ്. അത് മാറണം, അത് മാറ്റണം. നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പം ഒറ്റയ്ക്ക് കുറച്ച് സമയം നമ്മൾ നമ്മളുടേതായ സന്തോഷം കണ്ടെത്തണം. അങ്ങനെ എക്സസൈസിലൂടെ ഉയർന്നു വന്നാൽ നമ്മൾ പുസ്തകം വായിക്കണം, നല്ല പാട്ടുകൾ കേൾക്കണം, പക്ഷികളെ കാണണം, പൂക്കൾ കാണണം, പ്രകൃതിയെ കാണണം, കടൽ കാണണം, പ്രകൃതി മുഴുവൻ. അങ്ങനെ നമുക്കിഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യണം. ആ മനസ്സും ഉറക്കവും പല അസുഖങ്ങൾക്ക് കാരണമാകും. അത് നമ്മളന്ന് അറിയുന്നില്ല. നമ്മുടെ വിഷമങ്ങളിലോ നമ്മുടെ ആ ബുദ്ധിമുട്ടുകളിലോ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ ഈ ഉറക്കക്കുറവ് എനിക്ക് അസുഖം ഉണ്ടാക്കും, അങ്ങനെയുള്ള ചിന്തകൾ നമുക്ക് വരുന്നില്ല. നമുക്ക് ആ അനുഭവം വന്നതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരോട് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബുദ്ധിമുട്ടുകൾ മാറ്റി. സന്നിധാന ധ്യാനം എന്ന് പറയുന്നത് നമ്മളുടെ ആ പൊട്ടുകുത്തുന്ന ഭാഗത്ത് നമുക്ക് ഇഷ്ട ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയും വലിയൊരു മനസ്സിന് ശാന്തി തരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ പ്രാണായാമം, സന്നിധാന ധ്യാനം, ഭ്രമരി തുടങ്ങിയ എക്സസൈസുകൾ, അതുപോലെ നല്ല ഉറക്കക്കുറവാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ കൂട്ടുകാരെ.